ചെട്ടിപ്പടിയിൽ എവിടെയാണ്? ഹോസ്പിറ്റലിൻ്റെ അടുത്താ? കേക്കേപ്പടിയിൽ, പഴയ നന്മന്റെ കേക്കേപ്പടിയിൽ. അപ്പൊ അതിന്റെ പേരെന്തേന്? ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോ കഴിഞ്ഞ 7-ാം തീയതി താന്നൂർ ബോട്ട് അപകടം നടന്ന ദിവസം നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് എല്ലാവരും കണ്ടതാണ് ഈ ഒരു വീഡിയോ. ആ ഒരു മോനാണ് ഇരിക്കുന്നത്, മുഹമ്മദ് അഫ്രഹ്. 6 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ഇന്നവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവർ ആഘോഷത്തിന് അവൻ്റെ വീട്ടിൽ ഇന്നവൻ്റെ കൂടെ അവൻ്റെ ഉമ്മയോ ഒരു ഇത്താത്തയോ ഒരു ഇക്കാക്കയോ ഒരു കുഞ്ഞനിയനോ ഇല്ല. ആ കുടുംബത്തിലെ മൊത്തം 6 പേരായിരുന്നു അന്ന് ആ ഒരു ബോട്ടിൽ യാത്ര ചെയ്തിരുന്നത്. അതിൽ രക്ഷപ്പെട്ടതാവട്ടെ ഈ ഒരു മോനും അതുപോലെ തന്നെ അവൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മയായിട്ടുള്ള അവൻ്റെ വല്യമ്മച്ചിയുമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അവൻ്റെ വല്യമ്മച്ചി ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്, വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്. അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ ഒരു മോന് ഏകദേശം 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഡിസ്ചാർജ് ആകിയായിരുന്നു. നമുക്കറിയാലോ, ചെറിയ പ്രായമാണ്, അത്ര അതിനുള്ളൊരു പക്വതയായിട്ടുള്ളൂ. ഒന്നും അറിയാത്തതുപോലെ അവൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് കേക്ക് മുറിക്കാനും ഇതിനൊക്കെ ആയിട്ട് ഇന്ന് വളരെ സന്തോഷത്തിൽ നമ്മളോട് കൂടെ നിന്നിട്ടുണ്ട്. അവൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവാം. അതുപോലെ തന്നെ അവൻ്റെ ഒരു ജ്യേഷ്ഠനും ഒരു ഇക്കാക്കയും ഉണ്ട്. അവൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അവൻ ഈ ഒരു അപകടത്തിൽ പെടാൻ അവൻ അന്നിവിടെ നാട്ടിലില്ലായിരുന്നു. എന്നിട്ട് ആ കാക്ക എന്താ ചെയ്തു പോണേ? ഒരു ഓട്ടോ കൊണ്ടേ അയില കെട്ടി എന്നിട്ട് ഇന്നെ ഒരു സ്ഥലത്തിറക്കി തന്നുകൊണ്ട് അവിടുന്ന് ഇന്നൊരു കാക്ക ഒരു ജീപ്പ് കയറ്റിക്കൊണ്ട് ആശുപത്രിയിൽ നേരെ ഇട്ടു. എന്നിട്ട് അവിടുന്ന് ആംബുലൻസിൽ ആശുപത്രിയിൽ കയറ്റാണ്ട് അവിടുന്ന് പെറ്റിന്റെ കൂട്ടി കൊടുത്തു. അല്ല, അപ്പൊ പോയതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടോ? ഇല്ല, എപ്പോഴാ പോയത്? ബാങ്ക് കൊടുക്കുന്ന കുറച്ച് രേഷായി ചിന്നു ഇപ്പോഴും ഇത് വരില്ല. ഓളിപോലെ അങ്ങനെ ചിന്നു വോളിബോൾ കളിക്കാൻ പോയത് ഇനി എന്നിട്ട് ഓള് വിട്ട് വരൂലേ ആ സമയത്ത് ഓള് വിട്ട് വന്ന് മാറ്റി എന്നിട്ട് പോയപ്പോ അപ്പം അല്ല, അപ്പൊ ചിന്നു വോളിബോൾ ഇട്ട് സ്കൂളിൽ പോയിട്ട് ഉമ്മച്ചി വിളിച്ചതാ ചിന്നുനെ? അന്ന് വോളിബോൾ കളിക്കാൻ പോയില്ലേ? സ്കൂളിൽ കളിച്ചിന്? ആ സ്കൂളിൽ തന്നെ കളിച്ചിന്. എന്നിട്ട് തന്നെ ഓള് കുറച്ച് നേരം വരാന്ന്. അപ്പൊ ഓളിന്നിട്ട് വന്നേ ഡ്രസ്സൊക്കെ മാറ്റിക്കാണ്ട് വന്നുകാണ്ട് ഞങ്ങള് തോണി കയറി. അല്ല, അതില് കയറി. അപ്പൊ തോണിയില് പാട്ടൊക്കെ ഉണ്ടേനു? അതില് ലൈറ്റ് കെട്ടിനു. അവ മെച്ചിയും താത്തി ചിന്നും ഇതൊക്കെ ഒരു സ്ഥലത്തായിരുന്നു ഇരുന്നേന്. അതിലില്ലേ മുന്നേ ആ പാത്രം എടുത്തിട്ടുണ്ട്. അതിലില്ലേ ഒരു പെണ്ണ്, ചെറിയ പെണ്ണ്, അതിനൊരാളിട്ടതാ എവിടേക്ക്? വെള്ളത്തിക്ക് തന്നെ. ചോദിക്കാം, നിങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ജാക്കറ്റ് ഉണ്ടേനോ ബോട്ടില്? അതിലുണ്ട്, പക്ഷെ തന്നിട്ടില്ല. നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല? ജാക്കറ്റ് ഒക്കെ അവിടെ വെച്ചിട്ടില്ലേ വണ്ടിന്റെ ഉള്ളില്, ബോട്ടിന്റെ ഉള്ളില്? മേശമ്മല്. അപ്പൊ ബോട്ട് മറിയുമ്പോ ഈ വെള്ളത്തിന്റെ പുറത്തായ ജനാലിനുള്ളിൽ കൂടെ വെള്ളം കയറിയോ? ബോട്ട് മറിഞ്ഞോ? ഓക്കെ 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 ഓക്കെ. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വെള്ളമൊക്കെ ചോദിച്ചില്ലേ? പിന്നെ വീടോടെ ശരിക്ക് എന്തേ പറഞ്ഞ? അതെങ്ങനെ മോനെ അപ്പൊ പറയാൻ ഓർമ്മ ഉണ്ടായത്? കൊച്ചിന്റെ പേരെന്താ? വെട്ടിക്കുത്ത് സൈൻലാവിദ്. ആ, ഉമ്മച്ചിന്റെ പേരോ? ഐഷാബി. താത്തന്റെ പേര്? ഉമ്മച്ചിന്റെ ഫോൺ നമ്പറൊക്കെ എനിക്കറിയാം ഇല്ലേനു? ഈ സ്ഥലം എനിക്കറിയാനു? പറഞ്ഞു കൊടുക്കാൻ ആ സമയത്ത്? നിങ്ങളുടെ എപ്പോഴാ എപ്പിച്ച് വന്നത് ഹോസ്പിറ്റലിലേക്ക്? ആർന്ന് ഓർമ്മല്ലേ? ഓക്കെ ഓക്കെ. ഇതെന്തിനാ കേക്ക് കൊണ്ടുവന്നത് ഇപ്പോ? ആ, അതാണ് തിന്നാന്. അതൊക്കെ അറിയാം. അല്ല, ഞാൻ ചോദിച്ചത് എന്റെ ബർത്ത്ഡേ പന്തി പാർട്ടി എന്തെങ്കിലും ഉണ്ടോന്ന്. അത് ഒപ്പിച്ച് വെറുതെ വാങ്ങിച്ചെന്നതോ? എത്രാമത്തെ ബർത്ത്ഡേ? എത്ര വയസ്സായി?
എൻ്റെ കുഞ്ഞ് അനിയൻ എനിക്ക് ഓർമ്മയുണ്ട്. എന്താ എൻ്റെ പേര്? ഷാനു. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്താ വിളിക്കല്? ഷാനു തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ മറ്റേ കാക്കാന്റെ പേരെന്താ? അദ്നാനോ? അവരൊക്കെ നിങ്ങളൊക്കെ ഡാൻസ് എടുക്കായിരുന്നു ബോട്ടില് ശരിക്ക്? കുത്തിരിക്കേന്. ഓക്കെ ഓക്കെ. അതാണ് നമ്മൾ ആ ഹോസ്പിറ്റലില് ആ ഒരു രംഗത്തിൽ കണ്ട മോനിട്ടോ. നിങ്ങളിപ്പോ ഒരു വീഡിയോ കണ്ടില്ലേ, അതിലുള്ള മോനാണ് ഇപ്പൊ ഇത്. മോനെ പിറ്റേന്ന് തന്നെ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു? 1 ദിവസം അല്ലേ? 2 ദിവസം? 3 ദിവസം. ഓക്കെ ഓക്കെ. ആദില ഷെറില്ലേ? ആദില ഷെറിൻ്റെ ഒരു ബ്രോ ആണിത്. പിന്നെ ചെറിയ സഹോദരനാണ്. പിന്നെ ചെറിയ 5-3 വയസ്സുള്ള ഒരു മോന്, അതുപോലെ തന്നെ ആദില ഷെറിന്. പിന്നെ ഇക്കാക്ക മരിച്ചത് എൻ്റെ താഴെയുള്ള ഒരാൾ മരണപ്പെട്ടു. പിന്നെ അവൻ്റെ ഉമ്മ മരണപ്പെട്ടു. ഇവന് സത്യത്തിൽ ആ കൂട്ടത്തിൽ അന്നില്ല. അപ്പൻ്റെ കൂടെ എവിടെയാണ് പറഞ്ഞത്? പാലക്കാടോ? പെരുന്നാൾ കഴിഞ്ഞിട്ട് പോയതാ പാലക്കാട്ടേക്ക്? ആ വിളിക്കണേൻ്റെ പാലക്കാടാണ്. ആ ഉമ്മച്ചി ഇങ്ങനെ ബോട്ട് കയറാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് പറഞ്ഞു എന്നോട്. ഞങ്ങൾ ടൂർ പോകണം. എന്തേ പറഞ്ഞത്? പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ആ എന്നിട്ട് എന്നോട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഈ വരുന്നില്ല എന്ന് പറഞ്ഞതാ? ആ എന്നിട്ട് അവർ പിന്നെ അവർ മാത്രം പോയിട്ടുള്ളൂ? വേറെ കുടുംബത്തിൽ നിന്ന് വേറെ ആരെയും പോയിട്ടുണ്ടോ? ഇല്ല. ആ വേറെ ആൾക്കാരുണ്ട് വീട്ടിൽ, പക്ഷെ നിങ്ങളെ ഫാമിലിയിൽ നിങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ടു. പിന്നെ ആ ഫാമിലിയിൽ മൊത്തം 4 പേര് പിന്നെ മരണപ്പെട്ടതിൽ ബാക്കി ഒരു അനിയൻ നമ്മൾ നേരത്തെ കണ്ടു. അവന് പിന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ദൈവത്തിൻ്റെ നിയോഗം. കാരണം ഹോസ്പിറ്റലിൽ നമ്മളുള്ള വീഡിയോ നമ്മൾ കണ്ടു. പിന്നെ ആ ഒരു സമയത്ത് വല്ല പരിക്കുകളൊന്നും ഇല്ലാതെ പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരാ? വെല്ലുമ്മച്ചി ആരാണ് ഹോസ്പിറ്റലിലുള്ളത്? വെല്ലിമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മൻ്റെ അമ്മ അല്ലേ? ഇപ്പോൾ വരെ ഉമ്മൻ്റെ അമ്മയും കൂടിയും ഹോസ്പിറ്റലിൽ ബാക്കിയുണ്ട്. ഇപ്പം പിന്നെ വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലേ? പുറത്താക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.